സിസ്റ്റർ, ഈ ബ്രദറിന്റെ പേര് ബാലനാഥൻ. മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ ബ്രദർക്ക് 8 വർഷമായിട്ട് ഇടുപ്പ് വേദനയാൽ ഭാരപ്പെടുകയായിരുന്നു. ഒരു സാധനം ഒന്നും കുനിഞ്ഞ് എടുക്കുവാനോ ഒന്നും പറ്റാതെ വളരെ പ്രയാസപ്പെട്ടിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ കഴിഞ്ഞ മാസത്തെ പബ്ലിക് മീറ്റിങ്ങിൽ ബ്രദർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ബ്രദർ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ബ്രദർ വിളിച്ചിരുന്നു. ഈ ബ്രദറിനെ ആദ്യം ബ്രദറിനെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. ആ ബ്രദറിന് വേണ്ടി നമ്മുടെ ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ 8 വർഷമായിട്ട് ഭാരപ്പെട്ടിരുന്ന ഇടുപ്പ് വേദന പൂർണ്ണമായി സൗഖ്യമായി എന്ന സാക്ഷ്യപ്പെടുന്നു. ഈ പച്ച ഷർട്ടിട്ട് ബ്രദറിന്റെ അടുക്കലും ചെന്നേ. ഇനി എന്നെ നിർബന്ധിക്കരുത്, ഇപ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞാൽ വരാം. അങ്ങനെയാണോ വീട്ടിൽ നിന്ന് പോരാൻ നേരത്ത് പറഞ്ഞേ? നിനക്കിത് മനസ്സിലായേട്ടാ? ഇതെല്ലാം പൈസയുടെ സൂത്രങ്ങളാ, ഇതെല്ലാം കളിപ്പിക്കലാ. നിന്നെ അവര് കറ്റിച്ചിരിക്കുക. പക്ഷെ ഇപ്രാവശ്യം കൂടെ നിന്നെ കൂടെ ഞാൻ വരാം. നീ അങ്ങനെയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞേ? നിനക്ക് രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ടോ? നിനക്ക് തലമുറയുണ്ടോ? നിനക്ക് തലമുറകളുണ്ടോ? നിനക്ക് കൗണ്ട് കുറവെന്ന് അറിയാവോ? നിനക്ക് തലമുറകളില്ല. എന്നാൽ ഇന്ന് പകൽ എന്റെ യേശുവിന്റെ അത്ഭുതകാരം നിന്നെ ഇന്ന് സഖിയാക്കാൻ പോവാ. നീ ചോദിച്ചില്ലേ ജീവിക്കുന്നൊരു ദൈവം ഉണ്ടോന്ന്? ഇതൊക്കെ സത്യമാണോ നീ ചോദിച്ചില്ലേ? നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ നിന്നെ വിളിച്ച ഉടനെ നിന്റെ തലയിൽ നിന്നൊരു ശക്തി താഴോട്ട് വന്നു. വന്നോ ഇല്ലയോ? അത് വന്നിട്ട് നിന്റെ ഉള്ളു വിറയ്ക്കാൻ തുടങ്ങി. ഉണ്ടായോ ഇല്ലയോ? ഇപ്പൊ നിന്റെ ഇവിടെ ഉള്ളു വിറയ്ക്കുന്നത് അറിഞ്ഞൂടെ? അറിയത്തില്ല. നിന്റെ ഉള്ളിലെ ഒരു കിടുങ്ങൽ എന്താടാ പറയുന്നതിന് പാലക്കാടുകാര് പറഞ്ഞു കൊടുക്ക്, അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ. ഉണ്ട്. ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് നിന്റെ മേൽ വന്നേ. ആണോ അല്ലയോ? ഇനി നീ ദുശീലങ്ങൾക്ക് അടിമയാകരുത്. കള്ളു കുടിക്കാൻ പോവല്ലേ, വലിക്കല്ലേ. യേശുവിന് നിന്നെ ആവശ്യമുണ്ടോ? ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. ഞാൻ ആ ചേച്ചിയോടെ ചെവി കേൾക്കുന്ന കാര്യം ചോദിച്ചപ്പോഴേ, അങ്ങനെയൊക്കെ ചോദിച്ച ചെവി ശരിയാവുമെന്ന് ഇനി ചിന്തിച്ചില്ലായിരുന്നോ? എന്നിട്ട് പറഞ്ഞു എന്റെ ഇടത്തെ ചെവിക്ക് ഒരു അസ്വസ്ഥതയുണ്ട്. ഈ പാസ്റ്റർ എന്നോട് ഇടത്തെ ചെവിയുടെ കാര്യം പറയാമെങ്കിൽ ഞാൻ ഇനി വിശ്വസിക്കാം. എന്താ നിന്റെ പേര്? ബാലനാഥൻ. ഇടത്തെ ചെവി ഇപ്പൊ ശരിയാവും. നിനക്ക് ഈ ചെവിയുടെ ഈ ഭാഗത്ത് തൊടുമ്പോ വേദന വരും. ഉണ്ടയില്ല? നിനക്ക് ആ ചെവിക്ക് കേൾവി കുറവുണ്ടോ? എടാ ഇപ്പൊ ശരിയാവും. ഇത് ശരിയായ നീയും നിന്റെ ഭാര്യയും എല്ലാ ആഴ്ചയുടെ പ്രാർത്ഥനയ്ക്ക് കാണാം. ഇത് ശരിയായില്ലെങ്കിൽ നീ വരണ്ട. ഞാൻ പറഞ്ഞു കേട്ടോ, ഇത് ഞാൻ പറഞ്ഞത് ശരിയായില്ലെങ്കിൽ നീ വരണ്ട. നീ വരുമ്പോഴും നിനക്ക് ഈ ഭാഗത്ത് വേദന ഉണ്ടായിരുന്നു. നീ ആ വേദന നോക്കിക്കൊണ്ടോന്ന്? പോയി. ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു ഷോക്ക് അടിച്ചില്ലായിരുന്നു അവിടെ? എടാ നിന്റെ ഭാര്യ പറയുമ്പോ ഈ ഷോക്ക് അടിയെല്ലാം കള്ള വന്നല്ലേ നീ പറഞ്ഞേ? പറയടാ, ഇനി കള്ളവെന്ന് പറയൂ. വിശ്വാസമായി മതി. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പാലക്കാടുകാരെ ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി വക്രതയില്ലാത്ത കുറെ നിഷ്കളങ്കരായ ആളുകളാണ് പാലക്കാടുകാര്. ഹൃദയത്തിന് പറയാട്ടോ. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറയൊന്നുമല്ല. ദൈവം പാലക്കാടിന് കൊടുത്തിരിക്കുന്ന കൃപയായിട്ടാ തോന്നുന്നു എനിക്ക്.
അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് പാലക്കാട് ഒരു വലിയ ചലനം ദൈവം ചെയ്യാനായി പോകും. ബാലനാഥ, നിനക്ക് ചിലപ്പോൾ ആഹാരം കഴിക്കുമ്പോഴേ ഇവിടെ തടഞ്ഞിരിക്കുന്ന പോലെ തോന്നും. നിന്റെ ഭാര്യയോട് നീ പറഞ്ഞിട്ടുണ്ടോ? അതാ അവൾക്ക് അറിയാന്ന് പറയണോ? പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഒരു ഇതുണ്ട്, പ്രശ്നമുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ. നേരെ വയറിന്റെ അങ്ങോട്ട് വരാം. ഈ ഭാഗത്ത് ഒരു പ്രശ്നമുണ്ട്, വേദന ഉണ്ട് ചില സമയത്ത്. അതിങ്ങനെ വന്നും പോയി ഇരിക്കും. അതെ അതെ. കുറച്ചും കൂടെ താഴോട്ട് പോവാം. നിന്റെ വലത്തെ കാലിലെ തൊടയിലും മുട്ടിലും നിനക്കൊരു പ്രശ്നമുണ്ട്, വേദന ഉണ്ട്. അത് നീ ഒരിക്കൽ വീണതിനെ തുടർന്നുണ്ടായതാ. എനിക്ക് ഇടുപ്പ് വേദന ഉണ്ട് സാർ, ഇവിടെ ഭയങ്കര വേദന ഉണ്ട്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതെല്ലാം സൗഖ്യമാവും. ഇത് മാത്രമല്ലടാ, നിന്റെ രണ്ട് കണ്ണില്, നിന്റെ വലത്തെ കണ്ണിന് ഈ ഇടയായിട്ടൊരു മങ്ങലുണ്ട്. ശരിയാ? നിനക്ക് ദൂരെയുള്ളത് കാണുമ്പോ രണ്ടായിട്ട് തോന്നുവാണ്. ഞാനിവിടെ വന്നപ്പോഴും നിനക്ക് എന്റെ മുഖം വ്യക്തമായില്ല, രണ്ടായിട്ട് തോന്നി. നിങ്ങളൊരു അത്ഭുതം നടക്കുന്നത് കാണാൻ പോവാണോ? അയാളെ കണ്ണിപ്പോ ശരിയാവും. Come on. Come on. അയാൾ എന്നെ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടായിരിക്കുന്നത്. പക്ഷേ ആ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്, അയാളുടെ കണ്ണിൽ നിന്നൊരു പാട നീങ്ങിയിട്ട് അയാൾക്ക് വ്യക്തമായി കാണാൻ തുടങ്ങുന്നു. ബാലഗോപാല, എന്തോ പറഞ്ഞ ബാലഗോപാല അല്ലേ? ഇപ്പൊ എങ്ങനെയാ കണ്ണു നോക്കിയിട്ട്? ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു പാട നീങ്ങിപ്പോയി അല്ലേ? എന്തുകൂടാ നടന്നേ പറ. മാറിപ്പോയി. ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു സാധനം ഇങ്ങനെ നീങ്ങിപ്പോയി, ഇങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയ സാധനമാണ് പോയത്. എത്ര വർഷം ഉണ്ടായിരുന്നു ബ്രദറെ പ്രയാസം? എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്നൊന്ന് പറയാമോ? ഒരു പണി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. കുനിഞ്ഞിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. 8 വർഷമായിട്ട് അങ്ങനെ? ഒരുപാട് കാലമായി, 8 വർഷത്തിന് മേലായിരുന്നു. പക്ഷെ കഴിഞ്ഞ മീറ്റിങ്ങിന് വന്ന് പറഞ്ഞപ്പോ മാറി. അന്നത് പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ ജോലിക്ക് പോവാം, എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങില് കുറേ സമയം ഈ കുടുംബത്തോട് കർത്താവ് ഇടപെടാനിടയായി. ആ സന്തോഷത്തിലാണ് ഈ ബ്രദർ ആയിരിക്കുന്നത്. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ.